ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിബിൻ. സാങ്കല്പികം. എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടിയത്. കേരളത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ മുതൽ വീട്ടുകാർ ആലോചന തുടങ്ങിയതാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ല. എങ്കിലും വീട്ടുകാരെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായി ഞാൻ ചാറ്റ് ചെയ്യുകയും വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്കതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ മാഡം, എൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പിന്നിലുള്ള കഥ കേൾക്കൂ. ഒരു 6 വർഷത്തിന് മുമ്പാണ് ഞാനും അമ്മയും അച്ഛനും എൻ്റെ അനിയനും കൂടി ഈ ഒരു ഭാഗത്തേക്ക് പുതിയതായി താമസത്തിന് വന്നത്. അതിനു മുമ്പ് വരെ ഞങ്ങൾ കുറച്ചുകൂടെ ഗ്രാമപ്രദേശത്തായിരുന്നു. അവിടുത്തെ വീട് സ്ഥലമൊക്കെ വിറ്റിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇത് സിറ്റിയുടെ അടുത്ത സ്ഥലമാണ്. ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവുമുണ്ട്, എന്നാൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എൻ്റെ അനിയൻ 7ാം ക്ലാസ് മുതൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. കാര്യം, അമ്മയുടെ അനിയത്തിക്ക് മക്കളില്ല. ആ സമയമായപ്പോഴേക്കും അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് മരിച്ചുപോയി. മക്കളില്ലാത്തത് കൊണ്ട് അനിയനെ എൻ്റെ അമ്മ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവന് പിന്നീട് അവിടെ സ്വന്തം വീട് പോലായി. ആഴ്ചയിലൊരിക്കലും മറ്റോ ഇവിടെ വന്ന് പകൽ സമയത്ത് നിൽക്കും, അല്ലെങ്കിൽ കഷ്ടിച്ച് ഒരു ദിവസം നിൽക്കും. അത്രയേ ഉള്ളൂ. കുഞ്ഞമ്മ ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെക്കാൾ അറ്റാച്ച്മെൻറ്റ് അവന് കുഞ്ഞമ്മയോടാണ്. അമ്മയ്ക്കതിൽ പരാതിയൊന്നുമില്ല. അച്ഛൻ ഇവിടെ സ്ട്രിക്റ്റുമാണ്. അതുകൊണ്ട് മാക്സിമം അവൻ അവിടെ തന്നെ ആയിരിക്കും. പിന്നീട് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴില്ലേ, ഞങ്ങൾ 3 പേര് മാത്രമായില്ല മാഡം. അച്ഛനാണെങ്കിൽ കുറച്ച് ഗൗരവ സ്വഭാവമുള്ള ആളാണ്. അമ്മയാണെങ്കിൽ കുറച്ച് ടോക്കറ്റീവുമാണ്. എന്തായാലും അമ്മയും ഞാനും ഒരു സൈഡ്, അച്ഛൻ ഒരു സൈഡ്. അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പഠിച്ചത്. അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ജോലിയും കിട്ടി. അതിനെനിക്ക് സന്തോഷമുണ്ട്. എങ്കിലും ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചൊരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഒത്തിരി നിയന്ത്രണങ്ങൾ എനിക്കുണ്ടായിരുന്നു. പെൺകുട്ടികൾക്കുള്ളതുപോലെ തന്നെ പലപ്പോഴും എന്നെ അച്ഛൻ നിയന്ത്രിച്ചിരുന്നു മാഡം. ആക്ച്വലി ഈ വീട് നിൽക്കുന്ന സ്ഥലം കുഞ്ഞമ്മയുടേതാണ്. കണ്ണായ സ്ഥലമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി അവർ തരികയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ വീട് വിറ്റിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. പിന്നെ കുഞ്ഞമ്മയുടെ വീട് ഇവിടുന്ന് അടുത്താണ്. പണ്ട് കുറേ ദൂരെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എൻ്റെ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. പക്ഷേ കുഞ്ഞമ്മ ഇവിടെ ഒന്നും താമസിക്കാറില്ല. കാര്യം, എൻ്റെ അച്ഛനുമായിട്ട് കുഞ്ഞമ്മയ്ക്ക് അത്ര നല്ലൊരു ബന്ധമല്ല ഉള്ളത്. അവർ തമ്മിൽ ഒരു കീരിയും പാമ്പും പോലെയാണ്. ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ്. സൈഡിൽ കൂടി റോഡുണ്ട്. ആ റോഡിൻ്റെ ഇത്തിരി അപ്പുറത്ത് മാറി ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിൽ ഒരു ആൻറ്റിയും അവരുടെ 2 പെൺമക്കളുമാണുള്ളത്. അവരുടെ പെൺമക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് 2 പേർക്കും ഏകദേശം 30-35 വയസ്സുള്ളതാണ്. ചേച്ചിയും അനിയത്തിയും. കണ്ടു കഴിഞ്ഞാൽ 2 പേരും സുന്ദരികളാണ്. അവരുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ 2 പേരെയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു എന്നാണ് അവിടുത്തെ ആൻറ്റി തന്നെ പറഞ്ഞത്. ഞങ്ങളവിടെ താമസമാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആൻറ്റി വന്ന് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന്. അങ്ങനെ അമ്മയ്ക്കൊരു സഹായമായിരുന്നു അവർ. അടുക്കളപ്പണി മുതൽ എന്ത് വേണമെങ്കിലും ആൻറ്റി വന്ന് ചെയ്തു തരും. ജസ്റ്റ് വിളിച്ചാൽ മതി. കുറച്ച് തുക അവർക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ആ ചേച്ചിമാർ 2 പേരും കൂടെ വീട്ടിൽ വരും. എന്നോട് സംസാരിക്കും. അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ അമ്മയായ ആൻറ്റിയിൽ നിന്നാണ് ഞാൻ കഥകളൊക്കെ അറിഞ്ഞത്. ആൻറ്റി പണ്ട് നല്ല സുന്ദരിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആൻറ്റിയുടെ ഭർത്താവ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണത്. പണ്ടേ ഉണ്ടാക്കിയ വീടാണ്. അവിടെ അവർ 2 പെൺമക്കളെയും വളർത്തി പല ജോലികളും ചെയ്ത് താമസിച്ചു. അമ്മയ്ക്കും മക്കൾക്കും നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് മറ്റുള്ള ആണുങ്ങളുടെ ഉപദ്രവം പണ്ടേ ഉണ്ടായിരുന്നു പോലും. എങ്കിലും 2 ചേച്ചിമാരും ഡിഗ്രി എടുത്തു. 2 പേരും ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് മൂത്ത ചേച്ചിക്ക് ഒരാലോചന വരുന്നത്. ആ കല്യാണം കഴിഞ്ഞു. പിന്നീട് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇളയ ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞു. 2 പേരും ടൗണിൽ തന്നെ ജോലിയുള്ള ആണുങ്ങളായിരുന്നു. അധികം ദൂരമൊന്നുമല്ല. ഈ ടൗൺ ലിമിറ്റിൽ തന്നെയാണ് ചേച്ചിമാരെ കല്യാണം കഴിച്ചത്. പക്ഷേ 2 പേർക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു പോലും. 2 പേരും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭിണിയായില്ല. 2 കുടുംബത്തിലും പ്രശ്നങ്ങളായി. എല്ലാം ചെയ്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും 2 പെൺകുട്ടികൾക്കും കുട്ടികൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലായി. 2 പേരുടെയും ഗർഭപാത്രത്തിന് ഒരുപോലെയുള്ള തകരാറുണ്ട്. അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഒത്തിരി ലക്ഷം രൂപയാകില്ലേ. അങ്ങനെ മൂത്ത ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു രീതിയിൽ സമ്മതിക്കില്ല ചേച്ചി അവിടെ നിർത്താൻ. അങ്ങനെ ഭർത്താവ് ചേച്ചിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളായി.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസം ചെല്ലുമ്പോൾ ആ ചേച്ചിമാരുടെ 2 ഭർത്താക്കന്മാരും അവരെ ഉപേക്ഷിച്ച രീതിയിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഈ വീട്ടിലേക്ക് വന്നു. പിന്നെയും അമ്മയുടെ കൂടെ താമസം തുടങ്ങി. രണ്ടുപേരും ഉപജീവനത്തിനായി ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ചെല്ലുമ്പോഴുള്ള അവസ്ഥ. നാട്ടുകാർക്കെല്ലാം അറിയാം ഈ 2 ചേച്ചിമാർക്ക് കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചതാണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ഒരു സഹതാപമുണ്ട്. ആരും അവരോട് കുത്തി ഒന്നും ചോദിക്കില്ല എന്നൊക്കെ തന്നെ ആൻറ്റി കഥയിൽ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആ 2 പേരോടും വല്ലാത്തൊരു സഹാനുഭൂതിയായി. പാവം ചേച്ചിമാർ കുട്ടികളുണ്ടായില്ലെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്ത് നല്ല സുന്ദരിമാരാണ്, കൂടെ നിർത്തരുതോ? ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ പോരെ? ഇതൊക്കെ ആ സമയത്ത് ഞാൻ ആൻറ്റിയോട് ചോദിക്കും. അപ്പോൾ ആൻറ്റി പറയും, മോനെ, എല്ലാവർക്കും മോനെ പോലെ നല്ല മനസ്സല്ല. മോൻ്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വരുന്ന പെണ്ണിനോട് നല്ല സ്നേഹത്തിൽ പെരുമാറണം. കുട്ടി ഉണ്ടായാലും കുട്ടിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് വന്ന പോലെ മോൻ ഒരിക്കലും പെരുമാറരുതെന്ന് പറയും. ഞാൻ പറയും, ഇനി അവരെ അംഗീകരിക്കുന്ന ആരെക്കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിച്ചുകൂടെ എന്ന്. അപ്പോൾ ആൻറ്റി പറയും, അവർക്കിനി കല്യാണമൊന്നും വേണ്ട. അവർ 2 പേരും എൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. 2 പേരും നല്ല വിൽ പവറുള്ള പെണ്ണുങ്ങളാണ് മോനെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ആരുടെ മണ്ടയിലും അവരെ കെട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. നാട്ടുകാർക്കെല്ലാം അറിയാം അവരോട് വന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന്. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതും ഒരു കണക്കിന് ശരിയാണെന്ന് എൻ്റെ അമ്മ ശരിവെച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എല്ലാവരും തമ്മിൽ ഒരു നല്ല സ്നേഹബന്ധം ഡെവലപ്പ് ചെയ്യില്ലേ മാഡം? അങ്ങനെ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം അടുപ്പമുണ്ടായത് ഈ 2 ചേച്ചിമാരുമായിട്ടും പിന്നെ ആൻറ്റിയുമായിട്ടുമാണ്. അവർ എല്ലാ സമയത്തും ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ കാണും. അമ്മയ്ക്കൊക്കെ വലിയൊരു തുണയാണ്. ചില സമയത്ത് അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകും. ആ സമയത്ത് ആൻറ്റിയോ അല്ലെങ്കിൽ അവധി ദിവസമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേച്ചിമാരോ ആരെങ്കിലും വന്ന് ഇവിടെ അടുക്കളയിലും ഒക്കെ സഹായിക്കും. എല്ലാവർക്കും നന്നായി പാചകം ചെയ്യാനറിയാം. എൻ്റെ അമ്മയേക്കാൾ നന്നായി പാചകം ചെയ്യുന്ന ആൾക്കാരാണ് അവർ 3 പേരും, അതായത് ആൻറ്റിയും 2 ചേച്ചിമാരും. അങ്ങനെ ഞങ്ങൾ ഒരു വീട് പോലെയായി. അവർ ജോലിക്കാരാണെന്നൊന്നും നമുക്ക് ഒരു വിചാരവുമില്ല. ആദ്യ വർഷങ്ങളൊക്കെ 10,000 രൂപയാണ് മാസം ആൻറ്റിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത് 20,000 രൂപയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ആ ബന്ധങ്ങളുടെ സ്ഥാനം. ഇനി 2 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിതം അടിമുടി മാറ്റിമറിച്ച ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ദിവസം ശനിയാഴ്ചയായിരുന്നു, 2ാം ശനിയാഴ്ച. അന്ന് എനിക്ക് ജോലിയില്ല. ഞാൻ രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നു. ആ സമയത്ത് അമ്മ കുഞ്ഞുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ ഇനി നാളെ വരികയുള്ളൂ. അച്ഛൻ തനിയേ ഇവിടെ ഉള്ളൂ. ഞാൻ വരുമ്പോഴേക്കും വൈകുന്നേരമാകും. കാര്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവൻ്റെ ബുള്ളറ്റിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് കുറേ പർച്ചേസിങ്ങും കറക്കവും ഒക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ എന്തായാലും വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അച്ഛൻ തനിയേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അവിടെ ചേച്ചിമാർ 2 പേരുമുണ്ട്. മൂത്ത ചേച്ചി വന്നിട്ടാണ് അവിടെ എല്ലാം ഉണ്ടാക്കി തന്നത്. രാവിലെ ഇത്തിരി കഴിഞ്ഞ് ഞങ്ങൾ പോകാറായപ്പോഴേക്കും ഇളയ ചേച്ചിയും വന്നു. ചേച്ചി അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. അച്ഛനെ കൂട്ട് അവരുണ്ടല്ലോ. ഇന്നൊരു അവധി ദിവസമാണ്, അവരും അവിടെ ഉണ്ട്. ഒരു പ്രശ്നമില്ല. ചേച്ചിമാരുടെ അമ്മ അവിടെ ഇല്ല. സമുദായ സംഘടനയുടെ എന്തോ പരിപാടിക്ക് വേണ്ടി ട്രിവാൻഡ്രത്ത് പോയിരിക്കുകയാണ്. എന്തായാലും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബുള്ളറ്റിൽ കുറേ ദൂരം പോയി മാഡം. കല്യാണം 1 മണിക്കൂറൊക്കെ ദൂരമുള്ളൊരു സ്ഥലത്താണ്. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ അന്തരീക്ഷം ആകെ മോശമാണ്. പെണ്ണിൻ്റെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരു ചെക്കൻ വന്ന് വഴക്കുണ്ടാക്കുന്നു. കാമുകനാണെന്ന് പെണ്ണ് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ അവനുമായിട്ട് ബന്ധമില്ല, അവനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ സുഹൃത്തിന് എന്തോ ആ ഒരു രീതി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ കല്യാണം വേണ്ട എന്നുള്ള രീതിയിൽ 2 പേരും പിരിയുകയായിരുന്നു മാഡം. സദ്യ കഴിച്ചിട്ട് പോകാൻ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് സദ്യ കഴിക്കുന്നത്? അതോടുകൂടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരുകയായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യാതൊരു മൂടുമില്ല. കാര്യം പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോയത്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരു വല്ലാത്ത ദുഃഖം. അതുകൊണ്ട് മറ്റു കറക്കങ്ങളൊക്കെ അങ്ങ് ക്യാൻസലാക്കി. എന്നാൽ പിന്നെ വീട്ടിൽ തിരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങി. കാര്യം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു മാഡം. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പതുക്കെ നടന്നു. ഗേറ്റ് ചെറുതായി ചാരിട്ടേ ഉള്ളൂ. ഞാൻ സിറ്റ് ഔട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കുണുങ്ങുള്ളൊരു ചിരി ഞാൻ കേട്ടു മാഡം. 2 പെണ്ണുങ്ങളും അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശബ്ദം കേൾക്കുന്നത് നമ്മൾ സാധാരണ രീതിയിലല്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്. അച്ഛൻ്റെ റൂമിൽ നിന്നാണ് അത് കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനും എന്തോ പറയുന്നുണ്ട്. അസാധാരണമായ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അതാണ് എനിക്ക് സംശയം. കോളിംഗ് ബില്ലടിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുറ്റത്തൂടെയാണ് പോയത്. ആ സമയത്ത് അച്ഛൻ്റെ ആ ഒരു മുറിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്തുള്ള സംസാരം എനിക്ക് ജസ്റ്റ് കേൾക്കാം.
അച്ഛനും രണ്ട് പെണ്ണുങ്ങളും അകത്തുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചി ഇളയ ചേച്ചിയോട് പറയുന്നു, എടി കൊച്ചുമോളെ, നീ ശ്രദ്ധിച്ചു വേണം കേട്ടോ, സാറിന് പ്രായമുള്ളതാണെന്ന് വിചാരിക്കണമെന്ന്. അപ്പോഴുണ്ട് അച്ഛനോടൊക്കെ പറയുന്നു, ഒന്ന് പോടി, എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ഞാൻ ചെറുപ്പമാണെന്ന്. അപ്പോഴേക്കും മൂത്ത ചേച്ചി പറയുന്നു, എനിക്കറിയാം ചെറുപ്പമാണെന്ന്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എന്നാലും മോളെ സൂക്ഷിച്ചു മതി എന്ന് പറയുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ചിരിക്കുന്നു. പെണ്ണുങ്ങൾ രണ്ടുപേരുടെയും ചിരിയാണ് കേൾക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അങ്ങനെ രണ്ടുപേരും എന്നെ വില കുറച്ച് കാണിക്കണ്ട, ചേച്ചി മോളും ഇല്ലേ ഇനി വൈകുന്നേരം വരെ ഈ റൂമിലായിരിക്കുന്നു. അയ്യോ, ആ ഉച്ചയ്ക്ക് നമുക്കൊന്നും കഴിക്കണ്ടേ? വേണ്ട വേണ്ട, കഴിക്കുന്നില്ല, നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചില ശബ്ദങ്ങളും കേട്ടു. അകത്ത് 3 പേരും കൂടിയുള്ള ത്രികോണ സംഗമമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള 2 ചേച്ചിമാരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവരെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇവർക്ക് എന്ത് ജോലിയാണെന്നുള്ളതും എനിക്കപ്പോൾ സംശയം തോന്നി. എനിക്ക് സഹിച്ചില്ല മാഡം, ഇത് തുടരാൻ അനുവദിച്ചുകൂടാ, എന്തൊരു വലിയ ചതിയാണ് എന്ന് ഞാൻ വിചാരിച്ച് സിറ്റൗട്ടിൽ ചെന്ന് ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. അകത്തെ എല്ലാ ശബ്ദങ്ങളും നിലച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും മൂത്ത ചേച്ചിയാണ് വന്ന് കഥ തുറന്നതും, ആ മോനെന്താ ഇപ്പോൾ വന്നത്, വൈകുന്നേരമല്ലേ വരുന്നെന്ന് പറഞ്ഞത്, കല്യാണം മുടങ്ങിപ്പോയെന്ന്. ചേച്ചി ഇപ്പോൾ അത്ഭുതം ഭാവിച്ചിട്ട്, യു കല്യാണം മുടങ്ങിയോ, എന്താ പറ്റി മോനെ എന്ന് എന്നെ വീടിനകത്തേക്ക് കയറ്റാതെ നിർത്തി അങ്ങ് സംസാരിക്കുകയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. ധൃതിയിൽ വന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കാണാനുണ്ട്. മുടിയൊക്കെ ഉലഞ്ഞു കിടക്കുകയാണ്. മുഖത്തു നിന്നും ദേഹത്തു നിന്നും നീർച്ചാലുകൾ ഒഴുകുന്നു. ചേച്ചി എന്താ കിതയ്ക്കുന്നത്, വിയർക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്ക് ചേച്ചി, അത് പിന്നെ ഞാൻ അടുപ്പിനോടെ നിൽക്കുകയായിരുന്നു, കോളിംഗ് ബെല്ല് കേട്ട് ഞാൻ വന്നതാണ്. കൊച്ചുമോളെ, എടി കൊച്ചുമോളെ, നീ എവിടെയാടി എന്ന്. അപ്പോഴുണ്ട് കൊച്ചുമോൾ ചേച്ചിയുടെ ശബ്ദം വീടിൻ്റെ പുറകുവശത്ത് നിന്ന് കേൾക്കുന്നു. ഞാൻ അലക്കോ ചേച്ചി, എടി മോൻ വന്നിട്ടുണ്ട് കേട്ടോ, വല്ലതും വിളമ്പി വെക്കുക, കല്യാണം നടന്നില്ലെന്ന് പോലും, അപ്പോൾ ഒന്നും കഴിച്ചു കാണില്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് കിടക്കുക കേട്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പുള്ളിയെ വിളിക്കാൻ സമയമായി, എന്നാലും കല്യാണം എങ്ങനെ മോനെ മുടങ്ങിയത് എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി വാതിലിൻ്റെ അടുത്തുനിന്ന് മാറി. അപ്പോഴേക്കും എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ പെണ്ണിൻ്റെ കാമുകനൊക്കെ വന്നുള്ള പ്രശ്നമായിരുന്നു. ഷോ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളെയൊന്നും വിശ്വസിക്കാനേ പറ്റില്ല, എന്തൊക്കെയാണ് കാണിക്കുന്നത്, കല്യാണത്തിനൊന്നാണോ ഈ പ്രശ്നങ്ങളൊക്കെ, ഷൂ പപ്പടം പൊളിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി. എന്തായാലും എല്ലാവരും എല്ലാവരുടെ സ്ഥാനത്തായി. ഇനിയിപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛൻ്റെ മുറി അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അമ്മ ഇത് വല്ലതും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഭൂകമ്പം നടക്കും, അതുറപ്പാണ്. അമ്മയുടെ സ്ഥാനമാണ് ഈ 2 പെണ്ണുങ്ങളും കൂടി ഇവിടെ അപഹരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് എത്ര കാലമായി തുടരുന്നു എന്ന് എനിക്കറിയില്ല, വർഷങ്ങളായി കാണുന്നവരാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര വിദഗ്ധമായിട്ട് കൊണ്ടുപോകുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ആ കൂടി പന്തം കണ്ട പെരിച്ചാഴി പോലെയായിരുന്നു. എന്നാലും ഇത്തിരി പ്രായമുള്ള അച്ഛനോട് ഇവരെന്തിനായിരിക്കാം 2 പേരും കൂടി ഒന്നിച്ച് അടുത്തിടപഴകുന്നത്? അച്ഛനായിരിക്കുമോ അവരെ പിടിച്ചു വലിച്ചത്, അല്ലെങ്കിൽ ഇവരായിരിക്കുമോ അച്ഛനെ ഈ വൃത്തത്തിൽ ചാടിച്ചത്? ഒരു പിടിയുമില്ല. ഈ 2 പെണ്ണുങ്ങളും കൂടി എന്തായിരിക്കും ശരിക്കും ഇവരെ സംബന്ധിച്ച് എന്ത് ദുരൂഹതകളുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും പതിവ് പോലുള്ള ഉത്സാഹമൊന്നുമില്ല. അച്ഛൻ പിന്നെ അവരോട് നന്നായിട്ട് മിണ്ടുന്നതാണ്, അച്ഛനും മിണ്ടുന്നില്ല. ചോറ് നിശബ്ദമായിട്ട് കഴിക്കുകയാണ്. ഇടയ്ക്ക് എന്നെ പാല് നോക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. ഞാൻ ഒന്നും അറിയാത്ത മട്ടിൽ ചോറ് കഴിച്ചു. അച്ഛൻ പറയുന്നു, എടാ എന്തിവിടെ കല്യാണം മുടങ്ങിയെന്നൊക്കെ പറഞ്ഞേ കേട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കഥകളൊന്നുകൂടി പറഞ്ഞു. അപ്പോൾ അച്ഛൻ അകത്തുണ്ടായിരുന്നെങ്കിലും പുറത്തെന്താ സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോയി എൻ്റെ റൂമിൽ കിടന്നു മാഡം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു മുട്ട് കേട്ടു. ഞാൻ കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും മൂത്ത ചേച്ചിയാണ്. ഞാൻ അകത്ത് വന്നോട്ടെ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, വരൂ ചേച്ചി എന്ന്. ചേച്ചി കഥ ഇങ്ങനെ ജസ്റ്റ് തള്ളി അടച്ചിട്ട് എൻ്റെ കട്ടിൽ വന്നിരുന്നു. എന്താ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, മോൻ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറ. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. മോൻ ഒത്തിരി നേരത്തെ വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. മോൻ ഉദ്ദേശിക്കുന്നത് തന്നെ, മോൻ വന്ന് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് നടന്ന കാര്യങ്ങൾ, എനിക്കൊന്നും അറിയില്ലെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബാ ഇവിടെ ഇരിക്കേ, ചേച്ചിക്ക് എല്ലാം മനസ്സിലായി. നീ വന്ന് ആ മുറിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒളിച്ചു കെട്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന്. അതങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ മുറ്റത്ത് പോയി നോക്കിയിരുന്നു, അവിടുത്തെ 10 മണിച്ചെടികളെല്ലാം നിൻ്റെ ഷൂസ് കൊണ്ട് ചതഞ്ഞു കിടക്കുന്നു, നീ അതിൻ്റെ മുകളിൽ കയറി നിന്നെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി ആരാ, ഷെർലക് ഹോംസോ CID വല്ലതും ആണെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോനെ ചേച്ചി എല്ലാ രീതിയിലും നല്ല മിടുക്കുള്ളവളാണ്, ബുദ്ധിയുള്ളവളാണ്. എങ്കിൽ പിന്നെ ചേച്ചി എന്തിനാണ് ഈ ഒരു തോന്നിയാസം ഈ വീട്ടിൽ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, മോനെ
ഞങ്ങൾ രണ്ടുപേരും രാവിലെ ജോലിക്ക് പോകുന്നുണ്ട്, വൈകിട്ട് തിരിച്ചു വരുന്നുമുണ്ട്. ഞങ്ങൾക്ക് വളരെ തുച്ഛമായ ശമ്പളം കിട്ടുന്നുള്ളൂ. അങ്ങനെ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ കുട്ടികളുണ്ടാകില്ല. കാണാൻ തെറ്റില്ലാത്ത രണ്ട് സ്ത്രീകൾ. അതുമാത്രമല്ല, ഭർത്താക്കന്മാർ ഉപേക്ഷിതാണെന്ന് പലർക്കും അറിയാം. പല ആളുകളും ഞങ്ങളെ സമീപിക്കാറുണ്ട്. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓർത്തു, എന്തിനാണ് മുന്നും പിന്നും നോക്കുന്നത്? കുട്ടികളുണ്ടാകില്ല, ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതി അനുസരിച്ച് പുരുഷന്മാരുടെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് പല സമയത്തും കാശുണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി നടക്കുന്ന രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ. പേരിന് ഒരു ജോലിയുണ്ട്. നാട്ടുകാർക്ക് പലർക്കും അറിയാമായിരിക്കാം. കാര്യം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ സഹകരിക്കാറുണ്ട്. ഇവിടെ ഞങ്ങളല്ല മുൻകൈ എടുത്തത്, മോൻ്റെ അച്ഛൻ തന്നെയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പിന്നാലെ പല സമയത്തും ഇത് മനസ്സിലാക്കി നടന്നതും ഞങ്ങളെ ഇതിലേക്ക് തിരിച്ചു വിട്ടതും മോൻ്റെ അച്ഛനാണ്. ആദ്യം ഒന്നും വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പുള്ളി ഞങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് തരും. അതുമാത്രമല്ല, പുള്ളി പറഞ്ഞത് ഇപ്പോഴും അണയാത്ത തീ പുള്ളിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ കുടുംബജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഫ്രീ ബേഡ്സാണ്. പക്ഷേ നിന്റെ അച്ഛൻ്റെ കഥ അങ്ങനെയല്ല. അദ്ദേഹത്തിന് നിന്റെ അമ്മയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കുന്നില്ല. വർഷങ്ങളായി. അദ്ദേഹം പ്രായമായെങ്കിലും ഒരാണാണ്. ആണിൻ്റെ ആ ഒരു ഊർജം ഒരിക്കലും അടങ്ങില്ലെന്നുള്ളത് മനസ്സിലാക്കണം. 90 വയസ്സാണെങ്കിലും അവർ ജില്ല നിൽക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ചിലപ്പോൾ 40-ലോ 50-ലോ ഒക്കെ ഫ്യൂസ് പോകും. അപ്പോൾ അത്തരം വലിയൊരു സംഗതി വീട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പല വിധത്തിൽ സഹായിക്കുന്ന ആളാണ്. അദ്ദേഹം പുറകെ നടന്നപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അത് നോക്കുന്നില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും എനിക്കറിയില്ലെന്ന്. എങ്കിൽ ഇത്രയും വഷളാണെന്നാണ് സാർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പെരുമാറുന്നേ ഉള്ളൂ. അല്ലാതെ ഈ കുടുംബം നശിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എന്നാലും ചേച്ചി, നിങ്ങൾ രണ്ടുപേരും രണ്ട് സഹോദരിമാരല്ലേ? എങ്ങനെയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരാളുടെ മുറിയിൽ? അപ്പോൾ ചേച്ചി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഇത് വർഷങ്ങളായി ഞങ്ങൾ തുടർന്നു പോകുന്നൊരു ശീലമാണ്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീ ഒരേ സമയം, അതുപോലൊരു ഭാഗ്യമാണ്. അപ്പോൾ പിന്നെ ഒരേ സമയം രണ്ടുപേരും ഇടം വലം വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരാകെ മോഹിതരായി പോകും മോനെ. ഞങ്ങൾ പോയി കഴിയുമ്പോഴില്ലേ ചില വലിയ വലിയ മാന്യന്മാരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ തുകയേക്കാൾ 10 ഇരട്ടി തുക കൂടുതൽ തരും. അത്രയ്ക്കും ഞങ്ങളതിൽ ലയിച്ചു പോയി. അല്ലെങ്കിൽ മുന്നും പിന്നെ നോക്കാൻ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോടാ കുട്ട. എൻ്റെ പൊന്നുമോനെ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. ചേച്ചിമാർ എപ്പോഴും നിൻ്റെ കൂടെ കാണും. അച്ഛൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പ്ലീസ് മോൻ ആരോടും പറയല്ലേ, ഇത് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ചേച്ചി എന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ തള്ളി മാറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഭ്രാന്തമായിട്ട് എന്നെ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛനേക്കാളൊക്കെ എത്രയോ സുന്ദരനാണ് നീ. നിന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. പക്ഷേ നീ ഞങ്ങളെ ചേച്ചിമാരായിട്ടാണ് കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ 2 ചേച്ചിമാരും കൂടെ ആദ്യം വരുന്നത് നിൻ്റെ റൂമിലേക്കായിരുന്നു. ഞങ്ങൾക്ക് നീ ഒന്നും തരണ്ട. നിൻ്റെ അച്ഛൻ്റെ കൂടെ പോകുന്നത് അദ്ദേഹത്തോടുള്ള കടപ്പാട് കൊണ്ടും പണം മോഹിച്ചുമാണെന്ന് പറയാം. പക്ഷേ നിന്നോട് അങ്ങനെയല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണ്. വേണ്ട ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി വേണ്ട കാര്യങ്ങളിലേക്ക് കടന്നു കയറിയിരുന്നു. ചേച്ചിയോട് ഞാൻ ഒത്തിരി പറഞ്ഞതാണ്. ചേച്ചി പറഞ്ഞു, നീ കൂടുതൽ ബലം പിടിച്ചു കഴിഞ്ഞാൽ വല്ല പരിക്കും ഉണ്ടാകും കുട്ട എന്ന് പറഞ്ഞാണ് ചേച്ചി കടന്നു കയറിയത്. അതിർത്തി കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പലപ്പോഴും അറിയാതെ തയ്യാറാകുന്ന ആൾക്കാരാണല്ലോ മാഡം പുരുഷന്മാർ. അതുപോലെ ഒരു ദൗർബല്യം എനിക്ക് അവിടെ സംഭവിച്ചു. ചേച്ചിക്ക് പിന്നീട് ഒന്നും നോക്കാനില്ലായിരുന്നു. ചേച്ചി പറഞ്ഞത് പാലും പഴവും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മോനെ എന്നാണ്. ചേച്ചിയുടെ വിരുദ്ധ ഞാൻ അന്നറിഞ്ഞു. ചേച്ചി നിമിഷ നേരം കൊണ്ടാണ് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാത്ത പല കാര്യങ്ങളും എനിക്ക് പകർന്നു നൽകിയത്. എനിക്കത് എതിർക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് നൊടിയിടയിൽ 2, 5, 6 മിനിറ്റിനുള്ളിൽ എല്ലാം സംഭവിച്ചെന്ന് പറയാം. ചേച്ചി ഒരു വിജയശ്രീലാളതയെ പോലെയാണ് മടങ്ങിപ്പോയത്. പോകുന്നതിന് മുമ്പ് ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് ഒപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ആരോടും പറയില്ലെന്നറിയാം. ഇനി നീയും എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു.
പിറ്റേന്ന് ഇളയ ചേച്ചി എന്നോട് ചോദിച്ചു, മോനെ ഇന്നലെ ചേച്ചി തന്ന ഗിഫ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതൊക്കെ ശരിയാകുമോയെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ ഇന്നലെ വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ എത്ര പെട്ടെന്നാണ് നിന്റെ കളത്തരം ചേച്ചി പുറത്തെ അടിച്ചത് എന്ന് പറഞ്ഞതുപോലെയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മോൻ്റെ കൂടെ കാണും. പക്ഷേ എനിക്കൊരു അസൂയുണ്ട്. ചേച്ചി എന്നേക്കാൾ മുന്നേ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ നുള്ളി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചു. അച്ഛനും അമ്മയും കൂടെ രാവിലെ പോയി. അന്ന് എനിക്കും അവധിയായിരുന്നു. അച്ഛനും അമ്മയും എന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്. എനിക്ക് അത്ര അറിയാവുന്ന ആളൊന്നുമല്ല. അവർ പോയി കഴിഞ്ഞ് ഏകദേശം 8 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും എന്നെ വന്ന് വിളിച്ചുണർത്തിയത് ചേച്ചിമാരാണ്. പോയി കുളിച്ചിട്ട് വാടാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ കയ്യിലേക്ക് ഞാൻ പിന്നെയും ചെന്ന് വീഴുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാൻ പറഞ്ഞതാണ്. പക്ഷേ 2 പേരും കൂടെ എന്നെ ശരിക്കും പറഞ്ഞാൽ മുറിക്കകത്തേക്ക് തള്ളിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നെ ഇടവും വലവും നിന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അവർ മാക്സിമം സ്നേഹിച്ച് എൻ്റെ മനസ്സ് മാറ്റിയെടുത്തു മാഡം. 3-4 മണിക്കൂറോളം നീണ്ട ഒരു സ്നേഹപ്രകടനമായിരുന്നു അത്. അതിൽ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. കാര്യം എനിക്ക് അത്രയുമുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർക്കൊന്നും ഒരു നോട്ടമേ ആയിരുന്നില്ല. ശരിക്കും ഞാനത് മനസ്സിലാക്കി. ഇത് ഒരു കഠിനമായ പ്രയത്നം തന്നെയാണെന്ന്. അത്രയ്ക്കുമുണ്ടായിരുന്നു അവരുടെ ആവേശം. അങ്ങനെ കുറേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ശീലമാക്കി. 2 പേര് എൻ്റെ കൂടെ വരുന്നത് എനിക്ക് ഉന്മത്തമായ ഒരു ഓർമ്മയായി മാറി. 10 ദിവസത്തോളം ഇവിടെ സാഹചര്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും അവർ 2 പേരും അവരുടെ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ ആൻറ്റി ഒരു ദിവസം എന്നോട് പറഞ്ഞു, മോനെ വീട്ടിലോട്ട് വരാൻ. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം. ഇവിടെമാരുടെ 2 പേരുടെയും കൂടെ നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന്. ഞാൻ ആൻറ്റിന്ന് വിളിച്ചപ്പോൾ എല്ലാം എനിക്കറിയാം, എനിക്കിഷ്ടമാണ്, മോന് ഒരു പ്രശ്നവും വരില്ല, ആൻറ്റി സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു പോയി. ഞാൻ ചേച്ചിമാരോട് ചോദിച്ചു എന്തിനാ അമ്മയോട് പറഞ്ഞെന്ന്. പിന്നെ അമ്മ അറിയാതൊരു കാര്യമില്ല, അമ്മയല്ലേ ഞങ്ങളുടെ നട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി മാഡം. അങ്ങനെ പിന്നീട് ആൻറ്റിയുടെ ആശീർവാദത്തോടു കൂടിയാണ് സംഗമങ്ങൾ ഏറെയും. അവരോട് 2 പേരോടും ഞാൻ മാനസികമായി ഒത്തിരി അറ്റാച്ച്ഡാണ്. അവർ ബിസിനസ് വർക്കുകളും അതേപോലെ തന്നെ എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധവും ഒക്കെ തുടരുന്നുണ്ട് മാഡം. എങ്കിലും അവരെ എനിക്ക് മറക്കാനാവുന്നില്ല, ഒഴിവാക്കാനും ആവുന്നില്ല. എനിക്കറിയാം ഇത് സുരക്ഷിതമല്ലാത്തൊരു കാര്യമാണെന്ന്. എന്നാലും അവർ വരുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ കല്യാണക്കാര്യത്തിനൊക്കെ അവർ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിലും എന്നോട് എപ്പോഴും പറയുകയാണ്, അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തി കഴിഞ്ഞാൽ അന്നേരം അറിയാമെന്ന്. ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും അവരുമായിട്ടുള്ള ബന്ധം 1% പോലും കുറയ്ക്കരുതെന്നാണ് വാഗ്ദാനം. അതേപോലെ തന്നെ എന്നെക്കൊണ്ട് സത്യവും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന പെണ്ണിനോട് യാതൊരു താല്പര്യവുമില്ല. വിവാഹം കഴിഞ്ഞാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് പോകേണ്ട സിറ്റുവേഷനാണ് എനിക്ക്. കാര്യം ഞാൻ സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ടെൻഷൻ എന്നെ മൂടിയിരിക്കുകയാണ് മാഡം. മൂടും. എനിക്ക് നിന്നെ ഓർത്ത് യാതൊരു ടെൻഷനുമില്ല. പക്ഷെ വരാൻ പോകുന്ന പെൺകുട്ടിയെ ഓർത്താണ്. എന്തിനാണ് കല്യാണം കഴിക്കുന്നത് മോനെ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിനക്ക് ഈ 2 ചേച്ചിമാരുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോയാൽ പോരെ? നീ ഒരു തരികിട, ആ ചേച്ചിമാർ 2 പേരും തക്കത്തരികിട. നിൻ്റെ അച്ഛനാണെങ്കിൽ തക്ക തരികിട. എന്നിട്ട് അച്ഛൻ പറഞ്ഞത് കേട്ട് വീടിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വലയിലാക്കാൻ പോകുന്നു. എന്ത് കാര്യം? അതിൻ്റെ കാര്യമില്ല. ആദ്യം നീ നിർത്തേണ്ടത് ഒന്നുകിൽ ഈ ചേച്ചിമാരോടുള്ള ബന്ധമാണ്, ഇല്ലെങ്കിൽ നിൻ്റെ കല്യാണം എന്ന് പറഞ്ഞ കാര്യം, ഒരു ആത്മാർത്ഥമില്ലാത്ത കല്യാണം കഴിക്കാതിരിക്കുക. ചേച്ചിമാരുമായിട്ടുള്ള ബന്ധം തുടർന്നു പോവുക. ഇല്ലെങ്കിൽ ചേച്ചിമാരുമായിട്ടുള്ള ബന്ധം നിർത്തിയിട്ട് ആ പെൺകുട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ വീടെടുത്തോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറി സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോനെ ഇത് വലിയ പ്രശ്നമാകും. ഒന്നാമതേ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടി, പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അവളുടെ സ്നേഹം വേറൊരാൾക്ക് പകുത്തു കൊടുക്കുന്നതായിട്ട് അവൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. വലിയ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകും. നിനക്കും നിൻ്റെ ചേച്ചിമാർക്കും അച്ഛനുമൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാര്യം നിങ്ങളതിൽ ഭാഗവാക്കാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ പോകുന്നത്. പക്ഷേ ഈ ഒരു വരുന്ന പെൺകുട്ടി എന്ത് ചെയ്തു? അപ്പോൾ ഒത്തിരി റിസ്ക്കുള്ളൊരു കാര്യമാണിത്. ഇങ്ങനെയൊക്കെ കുറേയധികം പാർട്ട്നേഴ്സുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം മഹാ റിസ്ക്കാണ്. നിനക്കിതിൽ നിന്ന് മാറാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. അതിനുള്ള ധൈര്യം ഉണ്ടാണ്. എനിക്ക് കല്യാണം വേണ്ട എന്ന് പറയുക. എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വഴിയിലേക്ക് വിടുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നീ നന്നാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നിൻ്റെ റിസ്ക് നിൻ്റെതാണ്, വരുന്നത് അനുഭവിക്കുക. പക്ഷെ മറ്റൊരാളെ കൂടെ ഇതിനകത്ത് വീഴ്ത്തിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.